അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാടൻ മത്തിക്കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ വെക്കുന്ന ഒരു കറിയാണിത്, നല്ല മലബാർ മത്തിക്കറി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെക്കുക. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ. വെളിച്ചെണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം തക്കാളിയും സവാളയും പച്ചമുളകും പെരിഞ്ചീരകവും ചുവന്നുള്ളിയും കൂടി അരച്ചതും, തക്കാളിയും സവാളയും എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഓയിലൊഴിച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം പുളി വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ചാറും കൂടി ഒഴിക്കുക. അത് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ കറി കുറച്ചും കൂടിയും പിന്നെ അതിൻ്റെ ഗ്രേവി കൂടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ പുളിയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം. നല്ല വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ ഇടണുള്ളൂ. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ടിത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അടച്ച് മൂടി കത്തിക്കുക. ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയ കാരണം പിന്നെ തക്കാളിയുടെ വേകാൻ വേണ്ടി നിൽക്കൊന്നും വേണ്ട, നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ മത്തിയാണ് കറി, നല്ല ചെറിയ അധികം വലിപ്പമില്ലാത്ത മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്ന് മീനിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പുറത്തടുപ്പിലാണ് കത്തിച്ചിക്കണമെന്ന് വെച്ചാൽ എന്താണെന്ന് പിന്നെ പുറത്തടുപ്പിലാവുമ്പോൾ നല്ലോണം വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പുറത്തടുപ്പിൽ കറി വെച്ചത്. ഗ്യാസുമ്മ ആകുമ്പോൾ അത്ര കണ്ട് ലൈറ്റ് ഇല്ല അവിടെ. പിന്നെ ഇപ്പോൾ കറണ്ട്